ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു ബ്രിട്ടീഷ് മിസ്റ്ററി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ മോർ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ യഥാർത്ഥ കഥകളെ അടിസ്ഥാനമാക്കിയെടുത്ത ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഈ കഥയിലെ നായിക ക്ലെയറിനെയും ക്ലെയറിന്റെ ഒരേ ഒരു സുഹൃത്തായ ഡാനി എന്നൊരു കൊച്ചു പയ്യനെയാണ് നമ്മളെ കാണിക്കുന്നത്. അവരിപ്പോ രണ്ടുപേരും ഒരു സ്റ്റോറിന് മുന്നിൽ നിന്ന് മിഠായി മോഷ്ടിക്കാനായി പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. നീ ചെന്ന് ആ കടക്കാരനോട് പറ, നിനക്ക് വഴി തെറ്റി, നിന്റെ ഡാഡിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് കരയി. മാക്സിമം ആ കടക്കാരന്റെ ശ്രദ്ധ തിരിക്കി. ആ സമയം ഞാൻ മിഠായി മോഷ്ടിക്കാം. ഇത് കേട്ട് ഡാനിക്ക് ആകെ പേടിയായി. അവര് രണ്ടുപേരും ഇതാദ്യമായിട്ടാണ് മോഷ്ടിക്കാൻ പോണത്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഡാനി ഒഴിഞ്ഞു മാറി. ക്ലെയർ ആണെങ്കിലോ നിനക്ക് മിഠായി വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചെറുക്കന്റെ മനസ്സ് മാറ്റി അവനെ നിർബന്ധിച്ച് ആ ഷോപ്പിനുള്ളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഡാനി അങ്ങനെ ആ കടക്കാരനോട് എന്റെ ഡാഡിയെ കാണുന്നില്ല, എനിക്ക് വഴിതെറ്റി എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ഈ സമയം ക്ലെയർ ശബ്ദം ഉണ്ടാക്കാതെ ആ സ്റ്റോറിനകത്തേക്ക് കയറി കുറെ കാൻഡീസ് എടുത്ത് ബാഗിൽ നിറച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ക്ലെയർ ശബ്ദം ഉണ്ടാക്കാതെ ആ ഡോർ തുറക്കാൻ നോക്കിയതും പെട്ടെന്ന് ഒരാള് ഡോർ തുറന്ന് ഷോപ്പിനകത്തേക്ക് കയറി. അതാരാണെന്നോ അയാളുടെ മുഖം അതൊന്നും തന്നെ ക്ലെയർ അന്നേരം ശ്രദ്ധിച്ചിരുന്നില്ല. മിഠായി മോഷ്ടിച്ച വെപ്രാളത്തില് ക്ലെയർ പെട്ടെന്ന് തന്നെ ഷോപ്പിന് പുറത്തേക്ക് ഓടി. ഡാനി വരുന്നതും കാത്തു നിൽക്കുക ആ ഷോപ്പിന് ബാക്ക് സൈഡിലായിട്ട്. ഈ സമയം അവൾക്ക് ആ ഇരുട്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാം. ആരോ ക്ലെയറിനെ ആ ഇരുട്ടിലേക്ക് വിളിക്കുന്നത് പോലെ. പെട്ടെന്നാണ് സ്റ്റോറിന്റെ ഡോർ തുറക്കുന്ന ആ ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത്. അത് ഡാനിയാണെന്ന് കരുതി അവൾ ആ സ്റ്റോറിന്റെ അടുത്തേക്ക് നടന്നു. എന്നാലോ ഡാനിയെ പുറത്ത് എവിടെയും കാണുന്നില്ല. അവള് കുറെ നേരം ഡാനി വരുന്നതും കാത്ത് സ്റ്റോറിന് മുന്നില് ഒരുപാട് നേരം നിന്നെങ്കിലും ഡാനിയെ പുറത്തേക്ക് കാണുന്നില്ല. ക്ലെയർ പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് സ്റ്റോറിനകത്തേക്ക് കയറി. അവിടെ ഡാനിയെയും കാണുന്നില്ല, ആ കടക്കാരനെയും കാണുന്നില്ല. ക്ലെയർ ആകെ കൺഫ്യൂസ് ആയി. തന്നെ കൂട്ടാതെ ഡാനി ഇതെവിടെ പോയി? അവൾ അത് ചിന്തിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ദേ തൊട്ടു പിന്നിൽ ആ കടക്കാരൻ. അവൾ അയാളോട് ചോദിക്കും, എന്റെ കൂട്ടുകാരൻ എവിടെ, ഡാനി എവിടെ? അതിനാ കടക്കാരൻ പറയും, അവനോ? ആ പയ്യനെ അവന്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോയല്ലോ. ഇത് കേട്ട് ക്ലെയർ ആകെ ഷോക്കായി. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അവര് രണ്ടുപേരും കളിക്കാനായി പുറത്തേക്ക് പോയത് ഡാനിയുടെ ഡാഡിക്ക് അറിയത്തില്ല. പിന്നെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഡാഡി എങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടു പോകും? ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ആരും ഡാനി എന്ന പയ്യനെ കണ്ടിട്ടില്ല. ഡാനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. അവന്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിനെ കൊണ്ട് ഒരു ട്രേസും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡാനിയെ പോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ഒരു ചെറിയ ടൗണിൽ നിന്ന് തുടർച്ചയായിട്ട് കാണാതാവാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ഒരു സീരിയൽ കില്ലർ ആണെന്നും പറഞ്ഞ് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടി. എന്നാൽ കൊലപാതകി ആരാണെന്നോ അയാളുടെ പേരോ ഫോട്ടോയോ ഒന്നും തന്നെ പോലീസും ഗവൺമെന്റും റിവീൽ ചെയ്യുന്നില്ല. ഒരു പത്രത്തിലും ആ കൊലയാളിയുടെ ഫോട്ടോയില്ല. ഗവൺമെന്റ് അത് അത്രയും രഹസ്യമായിട്ട് വെച്ചിരുന്നു. അതെന്തിനാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് പോലും അറിയില്ല. അപ്പോ ഈ ടൗണിലെ ആളുകൾ വിചാരിക്കുന്നത് പോലീസ് കള്ളം പറയാണ്, അങ്ങനെ ആ കേസ് ക്ലോസ് ചെയ്തതാണെന്ന്. പക്ഷേ അങ്ങനല്ല. ആ കൊലയാളി തന്നെയാണ് പോലീസിന് കീഴടങ്ങിയത്. താനാണ് ആ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ആ ടൗണിലെ തന്നെ മോർ എന്നൊരു സ്ഥലത്ത് ചതുപ്പില് കുഴിച്ചിട്ടു എന്ന് മൊഴി കൊടുക്കുന്നത്. പോലീസിന് ആ കൊലയാളിയെ പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി ആ ചതുപ്പിൽ നിന്ന് കണ്ടെത്താനേ കഴിഞ്ഞില്ല. എന്തിന്? കാണാതായ കുഞ്ഞുങ്ങളുടെ ഒരു സാധനങ്ങളും ആ മോറിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അതായത് കൊലയാളി പോലീസിന് ആ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തെങ്കിലും പോലീസിന് ഒരു ഡെഡ് ബോഡി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 25 വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ക്ലെയർ ഇപ്പോ ഒരു ജേർണലിസ്റ്റ് ആണ്. ചെറിയൊരു റേഡിയോ ചാനലില് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. മിസ്റ്ററി നിറഞ്ഞ ഒരുപാട് കാര്യങ്ങള് ക്ലെയർ തന്റെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഡാനിയെ കുറിച്ചോ അവനെ കാണാതായതിനെ കുറിച്ചോ അവള് സംസാരിക്കാറില്ല. ക്ലെയറിന് അതിനുള്ള ധൈര്യമില്ല. അതിന്റെ കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ലെയറിന് നല്ല കുറ്റബോധമുണ്ട്. ഇപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡാനിയുടെ ഡാഡി ബിൽ നമ്മുടെ നായികയെ കണ്ട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അന്ന് ഡാനിയെ കാണാതായതിനു ശേഷം സ്വാഭാവികമായും എല്ലാവരും ക്ലെയറിനെ കുറ്റപ്പെടുത്തി. എന്തിന്? ക്ലെയറിന്റെ ഡാഡിയും മമ്മിയും അവളെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ സമയം ഡാനിയുടെ ഡാഡി മാത്രം അവളെ കുറ്റപ്പെടുത്തിയില്ല. ഇല്ല, ഡാനി തിരിച്ചു വരും, ഇതിന് നീയല്ല കാരണം എന്ന് പറഞ്ഞ ബിൽ ക്ലെയറിനെ സമാധാനിപ്പിച്ചിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ബിൽ ഇപ്പോഴും തന്റെ മകനെ തെരഞ്ഞോണ്ടിരിക്കുക.
തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡാനിയുടെ ഡെഡ് ബോഡി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 25 വർഷങ്ങൾ കഴിഞ്ഞു. മകൻ ജീവിച്ചിരിപ്പില്ല എന്ന് അയാൾക്കറിയാം. ഡാനിയുടെ ഡെഡ് ബോഡി എങ്കിലും അയാൾക്ക് കണ്ടെത്തണം, അല്ലാതെ ബില്ലിന് യാതൊരു സമാധാനം കിട്ടത്തില്ല. ഇപ്പോ ബില്ല് ചോദിക്കും, നിനക്ക് ഡാനിയെ കുറിച്ച് നിന്റെ ചാനലിൽ സംസാരിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഗവൺമെന്റും പോലീസും ഈ ഒരു കേസ് വീണ്ടും അന്വേഷിക്കും. ഇത് കേട്ട് ക്ലെയർ അതിന് തയ്യാറാവില്ല. കാരണം തന്റെ ചെറിയൊരു ചാനലാണ്, അധികം ആളുകളൊന്നും ഇത് കേൾക്കാറില്ല. ഇനി അഥവാ ശ്രദ്ധിച്ചാലും ഡാനിയെ കണ്ടെത്താൻ ഇതൊരിക്കലും സഹായിക്കില്ല. ക്ലെയർ എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും ബിൽ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും ഡാനിയെ കണ്ടെത്തണം. അയാള് ക്ലെയറിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അവൾ അതിന് യെസ് പറയുന്നു. ക്ലെയറിനും അയാളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നായിക അങ്ങനെ ബില്ലിനോടൊപ്പം നാട്ടിലേക്ക് പോയി. ബിൽ ആ ടൗണിലെ റേഞ്ചർ ഓഫീസറെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് ലിസ്, ബില്ലിന്റെ നല്ലൊരു സുഹൃത്താണ്. ഈ ഒരു ചതുപ്പ് നിലത്തിലെ ഭൂപ്രദേശം, ക്ലൈമറ്റ്, വഴികള് എല്ലാം തന്നെ ലിസിനെ കാണാപാടുമാണ്. കാരണം കുറെ വർഷങ്ങളായില്ലേ അവര് ഡാനിയെ തെരയാൻ തുടങ്ങിയിട്ട്. ക്ലെയർ പിന്നീട് ഈ ടൗണിലുള്ള കുറച്ചുപേരുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഈ കഥകൾ കേട്ട് വളർന്നവര്, ഈ കേസ് അന്വേഷിച്ച പോലീസുകാര്, നാട്ടുകാര്, അങ്ങനെ പലർക്കും വർഷങ്ങൾക്ക് മുൻപ് ആ സമയങ്ങളില് തന്റെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് അയക്കാൻ തന്നെ പേടിയായിരുന്നു. സ്കൂളിലേക്ക് വിടത്തില്ല, ഷോപ്പിലേക്ക് വിടത്തില്ല, കളിക്കാൻ വിടത്തില്ല. ഈ മാക്സ് എന്ന പോലീസുകാരനായിരുന്നു കാണാതായ കുഞ്ഞുങ്ങളുടെ കേസ് കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് അന്വേഷിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെ ജീവിച്ചിരിപ്പില്ല എന്ന് തെളിയിക്കാൻ ചെറിയൊരു ക്ലൂ പോലും അദ്ദേഹത്തെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് വൈകിട്ട് ക്ലെയർ മാക്സിനെ കണ്ട് തിരികെ ബില്ലിന്റെ വീട്ടിലെത്തി. അകത്തുനിന്ന് ആരുടെയോ ശബ്ദം കേട്ട് അവള് ജനാല വഴി വീടിനകത്തേക്ക് നോക്കി. അത് ബില്ലിന്റെ മറ്റൊരു സുഹൃത്താണ്. അലക്സ് ഒരു സൈക്കിക് ആണ്. അതായത് പാരനോർമൽ ആക്ടിവിറ്റി ഒക്കെ കണ്ടുപിടിക്കും, ആത്മാക്കളോട് സംസാരിക്കും. ഇപ്പോ അലക്സ് ഡാനിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ തൊട്ടുനോക്കി ആത്മാക്കളുടെ സഹായത്തോടെ ഒരു പെൻഡുലം വെച്ച് ആ മോറിന്റെ മാപ്പില് പല സ്ഥലങ്ങളും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതവര് ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടതാണ്. അവർക്ക് ഇപ്പോഴും ഡാനിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ക്ലെയർ അലക്സിനെ പരിചയപ്പെടുന്നു. അവൾ ഈ പ്രേതത്തിലും ഭൂതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാല് അറിയത്തില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ക്ലെയറിനും ഇപ്പോ ഡാനിയെ കണ്ടെത്തിയാൽ മതിയെന്നായി. അവര് പിറ്റേന്ന് തന്നെ ഡാനിയെ തെരഞ്ഞ ചതുപ്പ് നിലത്തിലേക്ക് പോവുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ക്ലെയറിന് ഈ മോറിന്റെ പരിസരത്തേക്ക് വരാൻ തന്നെ പേടിയായിരുന്നു. ഒടുക്കം അവള് ഡാനിയെ തെരഞ്ഞ് ആ ചതുപ്പിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോ പുല്ല് മൂടിക്കിടക്കുന്ന ഒരു തരിശുഭൂമി. എന്നാ അങ്ങനല്ല, മുഴുവൻ ചെളിയാണ്, ചതിക്കുഴികളാണ്. വഴിതെറ്റിപ്പോയാ പിന്നെ തിരിച്ചു വരുന്ന കാര്യം ചിന്തിക്കേണ്ട. ഈ പ്രദേശത്തെ കാലാവസ്ഥ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ എയർ പ്രഷർ കൂടുതലാണ്. ചിലപ്പോ ചുട്ടുപൊള്ളുന്ന ചൂടായിരിക്കും, കോടമഞ്ഞായിരിക്കാം. അടുത്ത നിമിഷം തന്നെ ഇടിവെട്ടി മഴ പെയ്യാനും തുടങ്ങും. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവരങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ക്ലെയർ കുറച്ച് ദൂരെയായിട്ട് ഒരു ആടിനെ കാണും. പിന്നെ നോക്കുമ്പോ 2 ആടിനെ കാണാം. രണ്ടും അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കാണ്. ഇവരെങ്ങനെ 3 വഴിക്ക് തിരിഞ്ഞ് ആ ചെളിയിലെ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെയാണ് ക്ലെയർ ഒരു കുഴിക്കകത്ത് ഒരു ഷൂസ് കിടക്കുന്നത് കാണുന്നത്. അത് ഡാനിയുടെ ഷൂസ് ആണ്. ഈ മോറിൽ നിന്ന് ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഒരു സാധനം കണ്ടെത്തുന്നത്. അതിൽ തന്നെ എന്തോ ഒരു പന്തികേടില്ലേ. അത് കണ്ട് ബില്ലിന്റെ കണ്ണ് നിറഞ്ഞു. അയാൾ ആ ഷൂസ് പെട്ടെന്ന് തന്നെ കവറിലാക്കി. അടുത്ത നിമിഷം തന്നെ ക്ലെയർ പേടിച്ച് വിറച്ച് തിരിച്ച് തന്റെ കാറിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അവൾക്കെന്തോ ഇപ്പൊ ശ്വാസം കിട്ടാത്തതുപോലെ, അവളെ എന്തോ ഒന്ന് ഹോണ്ട് ചെയ്യുന്നത് പോലെ. ക്ലെയറിനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടന്നാ മതിയെന്നായി. അവൾ ആ കോടമഞ്ഞിലൂടെ വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. മറ്റു 2 പേരും അവളോട് പറയുന്നുണ്ട്, ക്ലെയർ ഓടല്ലേ, അത് അപകടമാണ്, മുന്നിലെ കുഴിയുണ്ടാവും. ഇവളാണെങ്കില് പേടിച്ച് വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഓടിക്കൊണ്ടിരുന്നു. ഒരു കണക്കിന് ക്ലെയർ ഓടി ഓടി റോഡ് സൈഡിലെത്തി. അപ്പോഴാണ് അവൾക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. സത്യം പറഞ്ഞ ഈ ഒരു സീൻ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്കും ശ്വാസം മുട്ടും. പിന്നീട് എന്താ, ബിൽ തന്റെ മകന്റെ ഷൂസ് എടുത്ത് പോലീസിനെ ഏൽപ്പിക്കുന്നു, കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട്. പോലീസ് ആണെങ്കിൽ അതിന് തയ്യാറാവില്ല. ഈ ഒരു ഷൂസ് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല, ഇതൊന്നും ഡെഡ് ബോഡി കണ്ടെത്താൻ മതിയായ തെളിവുകളല്ലെന്നും പറഞ്ഞ് ആ ഷൂസ് ബില്ലിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ബിൽ അങ്ങനെ ആകെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ ഒരു ഷൂസ് കണ്ടെത്തിയ വിവരം അറിഞ്ഞ് അലക്സ് വീട്ടിലെത്തി. ഇത്രയും കാലം ഡാനിയെ തെരയാനായിട്ട് അയാളെ സഹായിച്ചിരുന്നത് അലക്സ് ആയിരുന്നു. അലക്സിന് എലനോർ എന്നൊരു മകളുണ്ട്. എലനോറിനും എന്തൊക്കെയോ എബിലിറ്റി ഉണ്ട്. അവൾക്കും ഈ ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. എന്തിന്, ആളുകളുടെ മനസ്സിലൂടെ, അവരുടെ ഓർമ്മകളിലൂടെ അവൾക്ക് സഞ്ചരിക്കാൻ കഴിയും. അലക്സിനേക്കാൾ കൂടുതൽ സൈക്കിക് പവർ ഉള്ളത് മകൾക്കാണ്. എന്നാൽ അലക്സ് തന്റെ മകളെ ഡാനിയുടെ ഈ കേസിൽ നിന്ന് പരമാവധി അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. കാരണം ഇതൊരു സ്ട്രേഞ്ച് കേസാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തൊരു നെഗറ്റീവ് എനർജി ഉള്ളത് അലക്സിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അലക്സ് തന്റെ മകളെ കൂടെ കൂട്ടത്തില്ല. അലക്സിന് തന്റെ മകളെന്ന് പറഞ്ഞ ജീവനാണ്. ഇതേപോലെ തന്നെ എന്തോ ഒരു പാരനോർമൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോഴാണ് അലക്സിന്റെ ഭാര്യ കൊല്ലപ്പെട്ടത്. പിന്നെ അലക്സും മകളും ഓരോന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും എലനോർ ഇതിൽ നിന്ന് പിന്മാറില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ഡാനിയെ ഹെൽപ്പ് ചെയ്യണം. എലനോർ എങ്ങനെയൊക്കെയോ ഡാഡിയെ പറഞ്ഞ് മനസ്സിലാക്കി അലക്സിനെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ എലനോർ അവരെ 3 പേരെ ഒരു മേശയ്ക്ക് ചുറ്റിയിരുത്തി ഡാനിയുടെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവന്റെ ഡെഡ് ബോഡി ആ പിറ്റിൽ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ല, അവളെ കൊണ്ട് ഒന്നും തന്നെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എലനോർ ഉടനെ തന്നെ ആ കവറിനുള്ളിലെ ഡാനിയുടെ ഷൂസ് കൈകൊണ്ട് തൊട്ടു നോക്കി. അടുത്ത നിമിഷം തന്നെ എലനോറിന് തന്റെ ശരീരം തളരാൻ തുടങ്ങി. അവൾക്കിപ്പോ ആ ഷൂസിലെ ആത്മാവിന്റെ സാന്നിധ്യം സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പെൻഡുലം പതിയെ പതിയെ നീങ്ങി ആ മാപ്പില് ഒരു പ്രത്യേക സ്ഥലത്ത് കറങ്ങാൻ തുടങ്ങി. ബിൽ പെട്ടെന്ന് തന്നെ മാപ്പിൽ ആ സ്പോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയം അലക്സ് ഒത്തിരി നെർവസ് ആയി മകളെ വിളിക്കുന്നുണ്ട്. അവൾ ഓരോ തവണ ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എലനോർ ഒത്തിരി വീക്കാവും. ചിലപ്പോ മരണം വരെ സംഭവിക്കാം. അടുത്ത ദിവസം അത് രാവിലെ തന്നെ അവർ ആ ചതുപ്പ് നിലത്തിലേക്ക് പോവുകയാണ്. അലക്സ് പരമാവധി മകളെ തടയാൻ നോക്കി. ഇത് അപകടമാണ്, നീ പോവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ 5 പേരും ആ ചതുപ്പിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് മാറാൻ തുടങ്ങി. ഇപ്പോ എലനോറിന് ഒരു പെൺകുട്ടിയുടെ പ്രേതത്തെ കാണാം. ആ പ്രേതത്തോട് സംസാരിക്കാം. നീ ആരാ? നിന്റെ പേരെന്താ? അതിനാ പ്രേതാത്മാവ് പറയും, എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ ഡാഡി, മമ്മി അവരാരെയും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോ എലനോർ ചോദിക്കും, നിന്നെ ആരെ കൊന്നത്? നിന്നെ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നത്? ഹേയ് പേടിക്കണ്ട, അവരാരും നിന്നെ ഉപദ്രവിക്കില്ല, പേടിക്കണ്ട. എലനോർ ആ പ്രേതത്തെ സമാധാനിപ്പിക്കുക. ഇത് പറഞ്ഞു തീർന്നതും ആ പ്രേതാത്മാവ് എലനോറിന്റെ ശരീരത്തിലേക്ക് കയറി. അവൾ ആ ചതുപ്പിലൂടെ ഭ്രാന്ത് പിടിച്ചതുപോലെ കരഞ്ഞോണ്ട് ഓടാൻ തുടങ്ങി. ആ പ്രേതം എലനോറിനെ കൺട്രോൾ ചെയ്യാണ്. എല്ലാവരും ആകെ പേടിച്ചു പോയി എലനോറിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാ അങ്ങനെ തന്നെ അവൾ ഒരു കുഴിക്കുള്ളിലേക്ക് ചെന്ന് വീണു. എലനോറിന്റെ ബോധം പോയി. ഈ സമയം ബില്ല് പെട്ടെന്ന് തന്നെ കൊച്ചിന് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നതിന് പകരം പറ ഡാനി എവിടെ എന്ന് ചോദിച്ച് ആകെ ബഹളം വെക്കുക. ഇത് കണ്ട് അലക്സിന് വല്ലാതെ ദേഷ്യം വന്നു. തന്റെ മകളെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അലക്സ് മകളെ ആ ചെളിയിൽ നിന്ന് എടുക്കേണ്ട താമസം ഒന്നും നോക്കിയില്ല. ബിൽ എലനോർ ബോധം കെട്ട് കിടന്നിരുന്ന സ്ഥലത്ത് ഒരു ഭ്രാന്തനെ പോലെ കുഴിയെടുക്കാൻ തുടങ്ങി. അവരെല്ലാവരും അത് കണ്ടാകെ ഷോക്കായിട്ട് നിൽക്കുക. ബില്ല് കുഴിച്ചിരുന്നത് ആ കുഴിക്കകത്തല്ലേ. പക്ഷേ ബില്ല് അവിടെ കുഴിക്കും തോറും ആ തിണ്ടിടിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി. നോക്കുമ്പോ ഇപ്പോ എലനോറിന്റെ ദേഹത്തുണ്ടായിരുന്ന പ്രേതമില്ലേ, ആ പെൺകുട്ടിയുടെ മൃതദേഹം ആ മണ്ണിനടിയിലുണ്ടായിരുന്നു. അതും കണ്ണൊക്കെ തുറന്ന് അഴുകാത്ത രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആ മോറിൽ നിന്ന് കണ്ടെത്തി. പോലീസ് പിന്നീട് ആ പരിസര പ്രദേശങ്ങളിൽ പരിശോധിച്ച് നോക്കിയെങ്കിലും പണ്ടത്തെ പോലെ തന്നെ മറ്റു ഡെഡ് ബോഡികളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 1 മാസം കടന്നുപോയി. ബില്ലിന് ഇപ്പോഴും ഡാനിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാൾ ആകെ സങ്കടത്തിലാണ്. ക്ലെയറും പരമാവധി അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ യാതൊരു സമാധാനവും ഇല്ലാതെ ബില്ല് വീണ്ടും എലനോറിനെ കാണാനായിട്ട് അലക്സിന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോ എലനോർ തന്നെ കുറിച്ചുള്ള ചില സത്യങ്ങള് അവരോട് തുറന്നു പറയുന്നുണ്ട്. എലനോറിന്റെ കൂടെ എപ്പോഴും ഒരു ആത്മാവുണ്ടാവും, തോമസ്. അവൻ എലനോറിന്റെ ഒരു ഗാർഡിയൻ ഏഞ്ചലാണ്. അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് തോമസിന്റെ പ്രേതാത്മാവാണ്. ഇപ്പോ ഡാനിയുടെ ഡെഡ് ബോഡി കണ്ടെത്താനായിട്ട് എലനോർ തോമസിനോട് സഹായം ചോദിക്കുകയാണ്. അങ്ങനെ അലക്സ് എലനോറിന്റെ ദേഹത്തുള്ള തോമസിന്റെ പ്രേതത്തോട് സംസാരിക്കുക. ആ കൊലയാളി കൊലപ്പെടുത്തിയ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ എവിടെയാ? അവരെവിടെയാ അടക്കം ചെയ്തിരിക്കുന്നത്? അതിന് എലനോർ ഒരു ആൺകുട്ടിയുടെ ശബ്ദത്തില്, അതായത് തോമസിന്റെ ശബ്ദത്തിൽ ഉത്തരം പറയും. അവരിരുട്ടിലാണ്. ആ ഡെഡ് ബോഡികളൊക്കെ ഇരുട്ടില് മറച്ചു വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ബില്ല് ചാടി എണീറ്റ് ഡാനിയെ കുറിച്ച് ചോദിക്കും. എന്റെ മകൻ എവിടെ? അടുത്ത നിമിഷം തന്നെ മേശപ്പുറത്തുള്ള മാപ്പിലാകെ വെള്ളം വന്ന് നിറഞ്ഞു. മാപ്പിലെ ഒരു പ്രത്യേക സ്ഥലങ്ങള് തെളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ പെൻഡുലം അത് തനിയെ നീങ്ങിപ്പോയി മാപ്പിലെ ഒരു പ്രത്യേക സ്ഥലം മാർക്ക് ചെയ്യുന്നു. ആ പെൻഡുലം അങ്ങനെ തനിയെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. ഉടനെ തന്നെ എലനോർ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തി. തോമസ് ഒരു ദുഷ്ടശക്തി അല്ലാത്തതുകൊണ്ട് തന്നെ എലനോറിന് ഇത്തവണ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബില്ലി സമയം ആ സ്പോട്ട് മാർക്ക് ചെയ്ത് ആകെ ബഹളം വെക്കാൻ തുടങ്ങി. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം, ഡാനിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അവരെല്ലാവരും അത് കണ്ടാകെ ഭയന്നിരിക്കുക. ഇപ്പോ ക്ലെയർ പറയും, ബിൽ, ഞാൻ നിങ്ങളോടൊപ്പം വരാം, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഡാനി അവിടെ തനിച്ചാണ്, അവൻ ഒറ്റയ്ക്കാണ്. ഇത് കേട്ട ഉടനെ തന്നെ എലനോർ അവളോട് പറയും, ഇല്ല ക്ലെയർ, ഡാനി അവിടെ തനിച്ചല്ല. അടുത്ത ദിവസം അതിരാവിലെ തന്നെ അവർ ആ മാപ്പിൽ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത്തവണ അവർക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടക്കണം. ചിലപ്പോ തിരിച്ചു വരാൻ 2 ദിവസം എടുക്കും. അവരങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നതും അവിടെ സ്ട്രേഞ്ച് ആയിട്ട് കുറെ സ്റ്റോൺസ് കാണും.
അതിൽ തന്നെ കൊത്തുപണികളൊക്കെ ചെയ്ത വലിയൊരു കല്ല് കാണാം. ആ കല്ലുകൾക്കൊക്കെ ഏകദേശം 5000 വർഷം പഴക്കമുണ്ട്. മാത്രമല്ല ആ കല്ലില് 5 വൃത്തങ്ങൾ കൊത്തിവെച്ചിരുന്നു. അതെന്തിന്റെ സിമ്പിളാണെന്ന് ആർക്കും തന്നെ വലിയ പിടുത്തമില്ല. അവർ ആ കല്ലിന്റെ അടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നതും പിന്നെ ശക്തിയായിട്ട് കാറ്റ് വീശാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. അവർക്കിനി മുന്നോട്ട് നടക്കാൻ വയ്യ. ബില്ലും ലിസും ചേർന്ന് പെട്ടെന്ന് തന്നെ ടെന്റ് സെറ്റ് ചെയ്യുന്നു. മറ്റെല്ലാവരും ആ ടെന്റിനകത്തേക്ക് ഓടിക്കേറി. ടെന്റ് പറന്നു പോവാതിരിക്കാൻ ബില്ലും ലിസും ടെന്റ് മുറുകെ പിടിച്ചിരിക്കുക. എന്നാ അടുത്ത ഒരൊറ്റ സെക്കൻഡിൽ തന്നെ ആ കാറ്റും മഴയൊക്കെ സ്റ്റോപ്പായി ആകെ സൈലന്റ് ആയി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ബില്ലും ലിസും ടോയ്ലറ്റിൽ പോകാനായിട്ട് നടക്കാൻ ഇറങ്ങി. കുറച്ച് ദൂരെയായിട്ട് ലിസ് ബില്ലിനെ കാത്തു നിൽക്കുക. ഇനി വഴിതെറ്റി കാണാതായല്ലോ. ഈ സമയം ബില്ലിന് ആ ഇരുട്ടില് ആരെയോ കാണാം. അയാള് പിന്നെ ആ രൂപത്തിന്റെ പിന്നാലെ നിക്ക് പറഞ്ഞ് ഓടാൻ തുടങ്ങി. ഇത് കണ്ട് ലിസിനാകെ പേടിയായി. വല്ല കുഴിയിലും ചെന്ന് ചാടിയാല് പിന്നെ ആളെ കണ്ടെത്താൻ പറ്റത്തില്ല. അങ്ങനെ ആ രൂപത്തിന്റെ പിന്നാലെ ഓടിയ വെപ്രാളത്തില് അയാൾ ഒരു ചെളിക്കുഴിയിലേക്ക് ചെന്ന് വീണു. ബില്ലിന്റെ ഒരു കാല് മാത്രം ചെളിയില് സ്റ്റക്കായി പോയി. ഒരു കണക്കിന് ലിസ് അയാളെ സഹായിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അവര് രണ്ടുപേരും തിരിച്ച് ടെന്റിനടുത്തേക്ക് നടക്കുക. ഇവിടെ മറുവശത്ത് അലക്സ് ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഈ സ്ഥലം അത്ര സേഫ് അല്ല. എന്തൊരു നെഗറ്റീവ് എനർജി അവർക്ക് ചുറ്റുമുള്ളതായിട്ട് അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബില്ലിനോട് പറഞ്ഞിട്ടാണെങ്കിൽ അയാൾ ഒന്നും തന്നെ കേൾക്കുന്നുമില്ല. അലക്സ് ഇപ്പോ തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്ന് പേടിച്ച് ആകെ ടെൻഷനായി. എനിക്കിതിനകത്തിരുന്ന വട്ടുപിടിക്കും, ഞാനൊന്ന് നടന്നിട്ട് വരാന്നും പറഞ്ഞ് അലക്സ് നടക്കാനായിട്ട് ടെന്റിന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം ക്ലെയർ തന്റെ അവസ്ഥയെക്കുറിച്ച് എലനോറിനോട് സംസാരിക്കുക. ഇപ്പോ അവള് ഡാനിയെ തെരയാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഇതിനെല്ലാം കാരണം താനാണ് എന്ന കുറ്റബോധം കൊണ്ട് മാത്രമാണ്. ഡാനിയെ കാണാതായി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി. അപ്പോഴും ബില്ല് അവളെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കല് ബില്ല് തന്നെ തള്ളിപ്പറയും, കുറ്റപ്പെടുത്തുമെന്ന് ക്ലെയർ വല്ലാതെ ഭയന്നിരുന്നു. അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന നേരത്ത് പെട്ടെന്ന് എലനോർ പേടിച്ച് കരയാൻ തുടങ്ങി. അതായത് എലനോറിന്റെ ഗാർഡിയൻ ഏഞ്ചലില്ലേ തോമസ്, അവളോട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ് ഒത്തിരി ഭയപ്പെടുന്നുണ്ട്. തോമസ് കരയുന്നത് കണ്ട് എലനോറും പേടിച്ച് കരയാൻ തുടങ്ങി. ഇവിടെ മറുവശത്ത് ലിസും ബില്ലും ചേർന്ന് ടെന്റിലേക്ക് നടക്കുക. അപ്പോഴാണ് പിറകിൽ നിന്ന് എലനോറിന്റെ കരച്ചിൽ കേൾക്കുന്നത്. അവര് രണ്ടുപേരും ഇത്ര നേരം ടെന്റിനടുത്തേക്കാണെന്നും പറഞ്ഞ് പിറകിലേക്കായിരുന്നു നടന്നിരുന്നത്. ഇതിപ്പോ രണ്ടുപേരും ആ കരച്ചിലും ബഹളൊക്കെ കേട്ട് ടെന്റിനടുത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പോഴും എലനോർ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നേ? അതിന് എലനോർ ബാധ കൂടിയതുപോലെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ എന്തൊരു ദുഷ്ടശക്തിയുണ്ട്. തോമസ് എന്നെ തനിച്ചാക്കി പോയി. അവൻ പേടിച്ചോടിപ്പോയി. തോമസ് ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. പെട്ടെന്ന് എലനോറിന്റെ മട്ടും ഭാവൊക്കെ മാറാൻ തുടങ്ങി. തലയൊക്കെ ഒടിഞ്ഞു തിരിഞ്ഞ് വായൊക്കെ തുറന്ന് എലനോറിന്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അവള് വേദന കൊണ്ട് അലറിക്കരയാണ്. അവർക്കാണെങ്കിൽ ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വെപ്രാളപ്പെട്ട് ലിസ് ടെന്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി മെഡിക്കൽ എമർജൻസിക്ക് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വാക്കി ടോക്കിയിലെ അൺനോൺ സിഗ്നൽ ആണ് കാണിക്കുന്നത്. ഈ സമയം നടക്കാൻ പോയ അലക്സ് ടെന്റിലേക്ക് തിരിച്ചെത്തി. അലക്സിന്റെ പെരുമാറ്റത്തിലെ എന്തൊരു മാറ്റമുണ്ട്. എലനോർ ഇങ്ങനെ ജീവന് വേണ്ടി പെടയുന്നത് കണ്ട് അലക്സ് അങ്ങനെ അനക്കമില്ലാതിരിക്കുക. അയാള് മകളെ രക്ഷിക്കാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എലനോർ അങ്ങനെ ഡാഡി ഡാഡി എന്നെ സഹായിക്കേ, എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞ് കരയുന്നുണ്ട്. അയാളാണെങ്കിൽ മുഖത്ത് കരിയും പിടിച്ച് അനക്കമില്ലാതിരിക്കുകയാണ്. എലനോർ ഇങ്ങനെ പ്രേത രൂപത്തിൽ അലർന്നത് കണ്ട് മറ്റ് 3 പേരും ടെന്റിന് പുറത്തേക്ക് ഇറങ്ങി ജീവനും കൊണ്ട് ഓടുകയാണ്. അതേസമയം അലക്സ് ഇപ്പോഴും ഒരനക്കമില്ലാതെ ആ ടെന്റിനകത്ത് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് എലനോറിന്റെ കരച്ചിൽ നിന്നു. ക്ലെയറിനാണെങ്കിൽ ആ പെൺകുട്ടിയെ അവിടെ തനിച്ചാക്കി രക്ഷപ്പെടാൻ മനസ്സ് വന്നില്ല. നേരെ തിരിഞ്ഞ് അവൾ ആ ടെന്റിലേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും എലനോറിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. കൊച്ചിന് അനക്കവുമില്ല. ലിസ പെൺകുട്ടിയെ വിളിച്ചു നോക്കി. അവൾക്ക് പൾസ് ഉണ്ട്. എലനോർ മരിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇത്ര നേരം ആ ടെന്റിനകത്തിരുന്ന അലക്സിനെ കാണുന്നില്ല. മറ്റു 2 പേരും പുറത്തേക്ക് ഇറങ്ങി അലക്സിനെ തെരയുന്നുണ്ട്. അപ്പതേ നടക്കാനായിട്ട് പോയ അലക്സ് തിരികെ വരുന്നു. സത്യം പറഞ്ഞ ഇപ്പോഴാണ് അലക്സ് ടെന്റിലേക്ക് തിരിച്ചു വരുന്നത്. ഇതിനു മുൻപ് വന്നത് വേഷം മാറി വന്ന സാത്താനാണ്. അതുകൊണ്ടാണ് അന്നേരം അലക്സ് തന്റെ മകളെ സഹായിക്കാനായിട്ട് ഒന്നും ചെയ്യാതിരുന്നത്. ഇത് കണ്ട് ബില്ലും ലിസും ഒരുപോലെ ഷോക്കായി. ഇപ്പോ നോക്കുമ്പോ അവർക്ക് 3 പേർക്കും ചുറ്റുമായിട്ട് കുറെ ആടുകൾ നിൽക്കുന്നുണ്ടാവും. സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ആ ആടിനൊന്നും തന്നെ കണ്ണുകളില്ല. ആടിന്റെ കണ്ണുകളൊക്കെ ആരോ കുത്തി പൊട്ടിച്ചിരിക്കുക. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ലിസ് മെഡിക്കൽ എമർജൻസിയെ കോണ്ടാക്ട് ചെയ്യുന്നു. ഇപ്പോ ആ വാക്കി ടോക്കി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ലിസ ടെന്റിന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇന്നലെ രാത്രി അവർക്ക് ചുറ്റും കുറെ കണ്ണു കാണാത്ത ആടുകൾ നിന്നിരുന്നില്ലേ, ഇപ്പോ അതിന് പകരം ആ ടെന്റിന് ചുറ്റും നിറയെ കല്ലുകളാണ്. അവരിന്നലെ ആ ടെന്റ് അടിക്കുന്ന സമയത്ത് അവിടെ ഈ കല്ലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് എലനോറിനെ ആശുപത്രിയിൽ എത്തിച്ചു. എലനോറിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവളെ
രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെ ബില്ലും ക്ലെയറും വീട്ടിലേക്ക് തിരിച്ചെത്തി. അന്ന് വൈകിട്ട് പോലീസ് ഓഫീസർ മാക്സ് നമ്മുടെ ക്ലെയറിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ആ സീരിയൽ കില്ലറില്ലേ, അയാൾ ഇന്നലെ രാത്രി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇത് കേട്ട് ക്ലെയർ ആകെ ഷോക്കായി. 25 വർഷം ജയിലിൽ കഴിഞ്ഞിട്ട് അയാൾ എന്തിനായിരിക്കും ശിക്ഷ തീരുന്നതിന് ഒരു ദിവസം മുൻപ് ജയിലിൽ ചാടിയത്? അടുത്ത ദിവസം തന്നെ ക്ലെയർ നാട്ടിൽ നിന്ന് തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് പോയി. അവള് ആദ്യമായിട്ട് തന്റെ ചാനലില് ഡാനിയെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോ ആ മോറിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ ആ റേഡിയോയില് സംസാരിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബില്ല് വീണ്ടും അവളെ കാണാനായിട്ട് വന്നു. ഇത്തവണ വന്നത് അവളോട് സഹായം ചോദിക്കാനല്ല, ബില്ല് അവളെ തട്ടിക്കൊണ്ടുപോയി അതേ ചതുപ്പ് പ്രദേശത്തേക്ക്. അവളെ പിടിച്ച് വലിച്ചഴിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോ ക്ലെയറിന്റെ ജാക്കറ്റിലുള്ള ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അവള് കരയുന്നുണ്ട്. ബിൽ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതിന് ബില്ല് പറയും, എനിക്കെന്റെ മകനെ വേണം, അതിന് നീ മരിക്കണം. അത് കേട്ട് ക്ലെയർ ആകെ ഷോക്കായി. നിങ്ങളോട് ആരെ പറഞ്ഞ് എന്നെ കൊന്ന ഡാനി തിരിച്ചു വരുമെന്ന്? അതിന് ബില്ല് പറയുന്നത്, ഇന്നലെ രാത്രി താൻ ആ സാത്താന്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം പറഞ്ഞത് ആ സാത്താന് വേണ്ടത് നിന്നെയാണ്, അല്ലാതെ ഡാനിയല്ല. സത്യം പറഞ്ഞ 25 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഡാനിയല്ല ആ സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോയി സാക്രിഫൈസ് ചെയ്യേണ്ടിയിരുന്നത്. ആ സാത്താന് വേണ്ടത് ക്ലെയറിനെയായിരുന്നു. ഇപ്പോ ക്ലെയറിനെ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ബില്ലിന് തന്റെ മകനെ തിരിച്ചു കിട്ടും. ക്ലെയർ അങ്ങനെ പേടിച്ച് കരയാൻ തുടങ്ങി. ബിൽ, ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞ് ക്ലെയർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ബില്ല് പെട്ടെന്ന് തന്നെ ക്ലെയറിനെ ഷൂട്ട് ചെയ്യുന്നു. അവളുടെ ഷോൾഡറിൽ വെടികൊള്ളുന്നുണ്ട്. ഇപ്പോ അവർക്ക് മുന്നിലായിട്ട് ഒരു കണ്ണ് കാണാത്ത ആടിനെ കാണാം. അതങ്ങനെ ക്ലെയറിനെ നേരെ തിരിഞ്ഞ് അങ്ങോട്ട് പാഞ്ഞൊരു വരവാണ്. അവളെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ആ കണ്ണ് കാണാത്ത ആടില്ലേ, അതാ കല്ലിലേക്ക് തലയിടിച്ച് അവിടെ താഴേക്ക് വന്നു വീണു. ആട് തന്റെ ജീവൻ ആ സാത്താന് സമർപ്പിക്കുകയാണ്, സ്വയം സാക്രിഫൈസ് ചെയ്യാണ്. ഇത് കണ്ട ക്ലെയറിന് പിന്നെ ഒന്നും തന്നെ മിണ്ടാൻ വയ്യ. അവൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എഴഞ്ഞു നീങ്ങി രക്ഷപ്പെടാൻ നോക്കി. ഒരു ചതുപ്പിലേക്ക് ചെന്ന് വീണു. അവളെ കൊണ്ട് അതിനകത്തു നിന്ന് കയറാൻ പറ്റുന്നില്ല. ഇപ്പോ മണ്ണിനടിയിന്ന് കുറെ പ്രേതങ്ങള് പൊന്തി വരാൻ തുടങ്ങി. അതെല്ലാം തന്നെ ആ സാത്താന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കുഞ്ഞുങ്ങളുടെ പ്രേതങ്ങളാണ്. ആ പ്രേതങ്ങളെല്ലാം ചേർന്ന് ക്ലെയറിനെ ആ ചെളിയിലേക്ക് പിടിച്ച് താഴ്ത്തിക്കൊണ്ടുപോയി. മറ്റു കുട്ടികളെ പോലെ തന്നെ ക്ലെയറും ആ മണ്ണിലേക്ക് മറഞ്ഞുപോയി. അവസാനം ബില്ലിന്റെ അടുത്തേക്ക് ഡാനി നടന്നു വരുന്നതും കാണിച്ചാണ് ദ മോർ എന്ന ഈ ഒരു ബ്രിട്ടീഷ് ഹൊറർ മൂവി അവസാനിക്കുന്നത്. ഇപ്പോ തിരിച്ചു വന്നത് ശരിക്ക് ഡാനിയാണോന്ന് ചോദിച്ചാല് ഉറപ്പില്ല. ചിലപ്പോ ഡാനിയുടെ പ്രേതമായിരിക്കാം. കാരണം മരിച്ചുപോയോ ആരും തന്നെ ജീവനോടെ തിരിച്ചു വരാൻ പോണില്ല. ഈ മോർ എന്ന ഈ ചതുപ്പ് പ്രദേശത്ത് ഒരു ഈവിൾ എൻറ്റിറ്റി ഉണ്ട്. ഈ സ്ഥലം നരകത്തിന്റെ വാതിലാണ്. നൂറ്റാണ്ടുകളായിട്ട് ഈ സ്ഥലത്ത് കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും ബലി കൊടുത്തിരുന്നു. ഈ പ്രദേശം സാത്താന്റെ കൺട്രോളിലാണ്. അതുകൊണ്ടാണ് പോലീസുകാര് തലകുത്തി മറിഞ്ഞ് തെരഞ്ഞു നോക്കിയിട്ടും ഒരു ഡെഡ് ബോഡി പോലും ഈ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ കഴിയാതിരുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്